ഹലോ അസ്സാം വലൈക്കും. കഴിച്ചവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണല്ലേ ബ്രൗണി. വളരെ സിമ്പിളായിട്ട് ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ബ്രൗണി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലൊരു 200 ഗ്രാം ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. മെല്ലോടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് ഡബിൾ ബോയിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതതിൻ്റെ മേലെ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാത്രത്തിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് സാൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ യൂസ് ചെയ്യാം. ഇനി വിസ്ക് വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇനി പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചൂട് ആറിയതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു തിക്ക് ബാറ്റർ ആയിട്ട് വരും. ഇനി ആ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു ഹാർട്ട് ഷേപ്പ് കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് സ്ക്വയറിലോ റൗണ്ടിലോ നിങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ടിൻ എടുക്കാവുന്നതാണ്. അടിയിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം. ഞാനത് 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സ് ആട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് ടെമ്പറേച്ചറിൽ മാറ്റം വരുത്തേണ്ടി വരും. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അത് ഓവനിന് പുറത്തെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്.
ഞാൻ അതിൻ്റെ കൂടെ ഒരു ബ്രൗണി കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അത് മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വീട്ടിൽ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ ചെറുതാക്കിയാണ് കട്ട് ചെയ്യുന്നത്. സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.